മലങ്കരയ വയലിൽ ശാന്തി വിതച്ചിടുവാൻ കടലു കടന്നവനെ കണ്ണീർമണികൾ കൊയ്തവനെ കരളു തകർന്ന് മരിച്ചവനെ മഞ്ഞിനിക്കരയാം മലമുകളിൽ വിശ്രമമരുളും മോറാനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മഹാപരിശുദ്ധനായ ഓമല്ലൂർ ബാവായുടെ തിരുമധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പഴയ നിയമ വേദപുസ്തകത്തിൽ യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവിൻ. അപ്പോൾ യോവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, വീണ്ടും ഒരു നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ കാലയളവിൽ ഏറെ പ്രസക്തിയുള്ള ഒരു വാക്യമാണ്. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ. അപ്പോൾ ഈ വർഷത്തെ വലിയ നോമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ദൈവമായ കർത്താവിൽ നിന്ന് അകന്ന് പോയിട്ടുള്ളവർ ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരണം എന്നതാണ്. അപ്പോൾ ഈ ഒരു നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ, നോമ്പുകാലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, പരിത്യാഗത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ഒരു കാലയളവാണ്. ഈ കാലയളവിലെങ്കിലും വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 3 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗത്ത് പ്രബോധിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ മനോഭാവം എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. കലഹത്താലോ ദുരഭിമാനത്താലോ നിങ്ങളാരും ഒന്നും ചെയ്യരുത്. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതിക്കൊള്ളുവിൻ. വീണ്ടും പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നവരാകരുത്, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ അന്വേഷിക്കുന്നവരായിരിക്കണമെന്ന് പൗലോസ്ലീഹ ഈ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന കാലയളവിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും നമുക്ക് കഴിയണമെന്നത് സത്യവേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രബോധനമാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം സ്നേഹിതൻ, സ്വന്തം കൂട്ടുകാരൻ, സഹപ്രവർത്തകൻ ഒരു രോഗാവസ്ഥയിൽ വീണു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് 2 സാന്ത്വന വാക്കുകൾ പറയാൻ പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ
ഞാനും നിങ്ങളുമൊക്കെ പൗരോഹിത്യ വേഷം ധരിച്ച് നടക്കുന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വലിയ നോമ്പ് കാലത്ത് 3 തരത്തിലുള്ള വിശ്വാസികളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഒന്നാമത്തെ കൂട്ടർ ഇന്നലെയിൽ കെട്ടിയിട്ട പോലെ ജീവിക്കുന്നവരാണ്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഇന്നലെയുടെ വിഴുപ്പുകളെ കുറിച്ചാണ്. രണ്ടാമത്തെ ഗണം നാളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ആകുലപ്പെടുന്നവരാണ്. മൂന്നാമത്തെ കൂട്ടർ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ ആർ വെരി കൂൾ. അവരെ ഒന്നും ബാധിക്കില്ല. 112 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുന്ന പോലെ അവർ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. അപ്പോൾ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും അവർ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാലേഖനത്തിൽ 8 അധ്യായത്തിൽ 28 വാക്യം ചങ്കിൽ നിധിയായി സൂക്ഷിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ. ആ വാക്യം ഇപ്രകാരമാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ ഗണത്തിലുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേ ആർ വെരി കൂൾ. അവരെ ഒന്നും ബാധിക്കാത്ത അവസ്ഥയിൽ ദൈവാശ്രയത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു അനുഭവമാണ് ഈ നോമ്പ് കാലത്ത് നമ്മിൽ സംജാതമാകേണ്ടത്. ഇവിടെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ പ്രത്യേകമായ വിശേഷണങ്ങളാണ്. ഈ 3 കൂട്ടം വിശ്വാസികളിൽ ഞാനും നിങ്ങളും ഏത് ഗണത്തിൽ പെടുമെന്ന് ഈ വലിയ നോമ്പിൻ്റെ കാലയളവിൽ ആത്മപരിശോധന നടത്തി കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് എന്ന് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തോളം എത്തുന്ന സഹനത്തിലൂടെ കടന്ന് പോകേണ്ടി വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മരണത്തോളം എത്തുന്ന സഹനത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു ശോധനയല്ല, അനുഗ്രഹമാണെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പറയുവാൻ എനിക്ക് കഴിയും. ഈ കഴിഞ്ഞ ദിവസത്തെ ജീവിത അനുഭവങ്ങളിലൂടെ പറയുവാൻ എനിക്ക് കഴിയും. ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, മരണത്തോളം എത്തുന്ന സഹനത്തിലൂടെ ദൈവം നമ്മെ ചിലപ്പോഴൊക്കെ കടത്തിവിടും. അത് ദൈവ അനുഗ്രഹമായിട്ട് കാണുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ മരണത്തോളം എത്തുന്ന സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും സ്നേഹിതരും സഹപ്രവർത്തകരും ഉപേക്ഷിച്ച് നിസ്സഹായനായി ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ നിൽക്കേണ്ടി വരുമ്പോൾ അനുപമമായ മഹത്വത്തിലേക്ക് നമ്മെ ദൈവം നയിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. അതായത് എല്ലാവരാലും തഴയപ്പെടുമ്പോൾ, സ്നേഹിതന്മാരും ഉറ്റവരും ഉടയവരും ഒക്കെ തള്ളിപ്പറയുമ്പോൾ, രോഗാവസ്ഥയിൽ ഒരു സാന്ത്വന വാക്കുകൾ പോലും പറയാൻ മനസ്സില്ലാത്ത സഹപ്രവർത്തകരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുമ്പോഴും നമ്മുടെ കരങ്ങളെ മുറുകെ പിടിച്ച് വഴി നടത്തുന്ന ശക്തനായ ഒരു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന വലിയ പ്രത്യാശയാണ് ഈ നോമ്പുകാലത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ വലിയ നോമ്പുകാലമെന്ന് പറയുന്നത് പ്രത്യാശയുള്ളവരായി രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ് നോമ്പ് ആചരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നഷ്ടത്തിലെ നേട്ടവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടത്തിലെ നഷ്ടവും തിരിച്ചറിയുന്ന വിവേകമുള്ളവരായി ജീവിക്കുവാൻ ഈ നോമ്പുകാലത്ത് ആവശ്യമായ വിവേകം ഉപവാസത്തിലൂടെ
പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, അനുരഞ്ജനത്തിലൂടെ നേടിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.